കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ. ഗംഗാവലി പുഴയിൽ നിന്ന് 2 വാഹനങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ലോറിയുടെയും മറ്റൊരു വാഹനത്തിന്റെയും ഭാഗങ്ങൾ. അർജുന്റെ ലോറി എന്ന സ്ഥിരീകരണമായിട്ടില്ല. ലോറിയുടെ ടയറുകൾ പുറത്തെടുത്തു. മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകി നാട്. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച സിനിമാ ലോകം. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ പിന്തുണച്ച് PV അൻവറിനെ തള്ളിയും മുഖ്യമന്ത്രി. ശശിയുടെ പ്രവർത്തനം മാതൃകാപരം. അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ച രീതി ശരിയായില്ല. ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടതിലും രൂക്ഷ വിമർശനം. ADGP MR അജിത് കുമാറിനെതിരെ തൽക്കാലം നടപടിയില്ല. മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടം സംബന്ധിച്ച വ്യാജ വാർത്ത സൃഷ്ടിച്ചു. വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിന്റെ പ്രശ്നമല്ല, അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇപ്പോൾ നടക്കുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. അന്ത്യം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. വിട പറഞ്ഞത് തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി പോരാടിയ പോരാളി. മൃതദേഹം വൈദ്യ പഠനത്തിനായി എറണാകുളം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകും.